അന്നേരം അഴിച്ചു വിട്ടേക്കുക. എന്നിട്ട് പിന്നെ കൂട്ടി കയറ്റി പിന്നെയും കിടന്നു ബളഹം മഞ്ഞ്. നോക്കി ചുമ്മാ കിടന്ന് പറയാ. അവൻ എപ്പോഴും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കണം. പട്ടിക്കുഞ്ഞുങ്ങളൊന്നും ഇവിടെ ഇല്ല ഇപ്പം. എല്ലാം അവിടെ ആ പാറപ്പുറത്ത് തള്ളയുടെ കൂടെ, പിന്നെ ഈ തോട്ടത്തില. ഇങ്ങോട്ടിപ്പോൾ കയറി വരുന്നില്ല. നമ്മൾ പിന്നെ അങ്ങനെ തീറ്റ കൊടുക്കാനാണ്. ആ ചെറുതിനെയാണ് കാണുന്നുമില്ല. അതാണെങ്കിൽ ഈ ഇതിലെ കൂടെ എല്ലാം ഇറങ്ങി ഇന്നലെ നടന്നിട്ട് ആ തോട്ടത്തിനപ്പുറത്തങ്ങാണ്ടായിരുന്നു. അത് കാർന്നു. അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കിടന്ന് ഒറ്റയ്ക്കായതുകൊണ്ട്. പക്ഷെ അതിന്നും അതിൻ്റെ കാർച്ചയൊന്നും കേട്ടുമില്ല. ഞാൻ കുളത്തിൽ വല്ലതും പോയെന്ന് അറിയത്തില്ല. അങ്ങോട്ട് കയറി നോക്കാനും പറ്റിയില്ല. കൈ പോയി കഴിവ് പട്ടിയെ പിടിച്ചിട്ട് അവനെ കയറ്റിയിട്ട് മതി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ അല്ലേ? ഞാൻ ഇന്ന് രാവിലെ കൂട്ടി കയറ്റിപ്പോണ്ടല്ലോ, ചില പിള്ളേർ നഴ്സറി പോകുമ്പോഴേ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. കൂടിന് വാതൊക്കെ നിന്നിട്ട് എന്തിനാ കയറത്തില്ല അവൻ. നമ്മൾ തള്ളി കയറ്റുമായിരുന്നു. വാ നല്ല ഭയങ്കരമായിട്ട്. അതല്ല കുമ്പിളിന് വേണ്ടത്. പാത്രം എടുത്തിട്ട് വരാം. നന്നായിട്ട് കഴിച്ച വാരി. ആ എന്ന് പലഹാരം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? ഒരു ദിവസം ചോറൊക്കെ കഴിക്കാം. ഞങ്ങളൊക്കെ ചോറൊക്കെ കഴിച്ചിട്ടൊക്കെ വളർന്നേ. അങ്ങനെയില്ല. രാവിലെ ചോറ് അതല്ല, ചോറ് കഴിച്ചിട്ട് വളർന്നതല്ല. ഞാൻ എന്ത് കഴിച്ചാലും ചോറ് കഴിക്കുമായിരുന്നു. ചോറ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അതാ ഈ വയറ് ചാടിയിരിക്കുന്നത്. മറ്റേ ചൈനക്കാരൊക്കെ ചക്ക പൊളിക്കുന്ന കണ്ടിട്ടില്ല ചേട്ടാ? അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യ്. അയ്യോ എനിക്ക് ചക്ക കിട്ടിയില്ലെന്ന്. അയ്യോ ഞങ്ങൾ അതിനിപ്പോൾ ചക്ക അങ്ങോട്ട് കണ്ടിച്ചതേ ഉള്ളൂ. രാവിലെ ഒന്നും തരാൻ പറ്റില്ല. പോകാൻ നോക്കും. രാവിലെയൊക്കെ ചക്കപ്പഴം തിന്നാ അത്ര നല്ല. ഒരെണ്ണം കൊടുക്കുക ചേട്ടാ. എടുത്തു വെച്ചിട്ട് തരാം എന്നാ കുഞ്ഞിനെ. ഭാസ്കരോ ബണ്ണോ? ഇത് ബണ്ണല്ലത്, ചക്ക. ചക്കയുടെ മടല് ബണ്ണ് പോലെ ഇരിക്കുന്നു. ചക്ക കണ്ടില്ലേ? ആ രാജേട്ടൻ്റെ. കുമ്പിളിന് അടങ്ങിയിരിക്കേ ശമ്പവി. ഇത്ര മതിയോ? ആ അരമുറി മൊത്തം എടുക്ക്. ചക്കപ്പഴം എന്തിനാ സാധാരണ കുമ്പിൾ ഉണ്ടാക്കാൻ? ചേച്ചി വേഗം പോന്ന് നോക്ക്. യൂണിഫോം തേക്കല്ലേ കേട്ടോ. അപ്പഴേ ഇരിപ്പുണ്ട്. വേണ്ടത്
പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന കോലങ്ങൾ ആദ്യം പറഞ്ഞാൽ വിശ്വസിക്കും. 5ാം ക്ലാസ്സിൽ യൂണിഫോം എപ്പോഴും ചെറുതാ, അല്ല വലുതാ, പാൻറ്റ് കയറ്റിട്ടേക്കുന്ന എന്തുവാടി എന്തുവാ ആണോ ഓറഞ്ച്? ഓ രാവിലെ കുറച്ച് അറിയാന്ന് ആദ്യം എഴുത്. ഹിന്ദി ഹമാരെ രാഷ്ട്രഭാഷ. ഡയമണ്ട്. അത് ഡയമണ്ട്. എടുക്കാടി കുറച്ച് കേട്ടോ. നീ ഇപ്പൊ എഴുന്നേറ്റ് വന്നല്ലോ. അത് നിനക്ക് കഴിഞ്ഞ ദിവസം തന്നില്ലേടി? അത് തന്നെ അത് തന്നതാ നിനക്ക്. തരാം, പോയി പല്ല് വെച്ചിട്ടോ ഓടിച്ചല്ലേ. അത് പൊക്കി കാണിച്ച്. അതല്ല ആ മേളത്തെ പാത്രം പൊക്കി കാണിക്കാനോ? അങ്ങനെയാണോ? ആ ഓക്കെ, തിരിച്ചു വെച്ചു. അപ്പ മറ്റേ കുമ്പളല പറിക്കുക. കഴിഞ്ഞ പ്രാവശ്യം കുമ്പളല പറിച്ചത് കുമ്പളൻ്റെ ആ ഇതിൻ്റെ ഒരു ഏര മൊത്തം വെട്ടിയിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം വേണമെന്ന്. അത് മതിയോ? ഓ പോരായിരിക്കും, അതിനകത്ത് തന്നെ നല്ല ഇല ഇല്ലല്ലോ. ഒരെണ്ണം കൂടെ വെട്ട്. എന്നാൽ അത് വേറെ, എന്നാൽ അത് തികയില്ലെങ്കിൽ വേറെ അടുത്ത് വെച്ചാൽ മതി. ഓക്കെ, അമ്മച്ചി മതി മതി, ഇതൊക്കെ മതി. ഇല കിട്ടി. തള്ളപ്പട്ടിയെടുത്ത് നിന്നെല്ലാം പിരിഞ്ഞ് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ചക്കപ്പഴമൊക്കെ തിന്ന് പഠിക്കണം. പിന്നീട് ഇതിലെ കൂടെ ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാനുള്ളതാണ്. ചക്കപ്പഴമൊക്കെ തിന്നിട്ടാണ് ജീവിക്കണ്ടേ. പട്ടിയെ ചക്കപ്പഴം നല്ല വെട്ടിയടിക്കുന്നുണ്ട്. ഇതൊക്കെ ജാനൂട്ട് ഞാൻ കാത് ഒട്ടിച്ചാലോ? അതല്ലെന്നോ മൂക്കുത്തിയാലോ? മൂക്കുത്തിയാലോ? മൂക്കുത്തിക്കട്ടെ. പിന്നെ റിയാസ് ഓ റാസ് വരുവോ? ഇല്ല ഇപ്പഴല്ലേ, പിന്നെ എപ്പോഴാ? വന്നിട്ട് വേണ്ട, നാരായണ ചേച്ചിയുടെ മൂക്കാദ്യം കുത്താം, നിന്റെ കുത്തണ്ട.
ചോദിച്ച് മേടിക്കും ഓരോ സ്ഥലത്ത് ചെന്ന്. എത്ര എണ്ണം കിട്ടിയിട്ട് നാണമില്ല അവന്. ആ രക്ഷപ്പെട്ട്. സമാധാനമായ യുദ്ധം കഴിഞ്ഞ് അടുത്ത് വന്ന് വെള്ളം കുടിയാ. അവിടെ നമ്മൾ ഒഴിച്ചു വെച്ചാൽ കുടിക്കാമല്ലോ, ഇവിടെ വന്ന് കുളത്തിൽ നിന്ന് കുടിക്കും. കഷ്ടപ്പെട്ട് കുടിക്കുന്ന ഇഷ്ടം. ഇതിപ്പോൾ റവയും ഗോതമ്പൊടിയും അരി പൊടിക്കണം, ഉണക്കാൻ വെച്ചേക്കുന്നത്. അതിനൊന്നും കുഴപ്പമില്ല, നമുക്ക് അറിയാമേ. ശർക്കര ശകലം ചേർക്കണമായിരിക്കും, കാരണം കൂടുതൽ മധുരം കിട്ടുമെന്ന് സംശയം. ഒത്തിരി മധുരം ഇല്ലായിരിക്കും നല്ലത്. സ്കാൻ ചെയ്യുന്ന ആ ചുരിദാർ ഇട്ടോണ്ട് പോയാൽ മതിയായിരുന്നു. ആ വയറല്ല സ്കാൻ ചെയ്യുന്നത്. അപ്പം ജീരകത്തിൻ്റെ പൊടി ശകലം കിട്ടും. ശർക്കര, ചുക്കും അത്രയും തന്നെ. ഏലക്ക പിടിച്ചു വേണ്ടേ? പിന്നെ ഏലക്ക മതി. അതിനകത്ത് ഏലക്ക പിടിച്ചില്ലെന്നോ? അത് രണ്ടുകൂടെ അങ്ങനെ ഒരുമിച്ച് കുടിക്കുന്നത്. അതെടുത്ത് മാറ്റിയിട്ട് കുറച്ചും കൂടെ കിട്ടോ? ചൂട്ട് ആ മതി. ആ ശകലം കൂടെ ഇട്ടാലും കുഴപ്പമില്ല. ചുക്കല്ലേ നമ്മുടെ സ്വന്തം സാധനം. ശകലം ഏലക്കയും കൂടെ അത് മാറ്റിയിട്ട് ഏലക്ക വേണ്ട നല്ലതായിട്ട്. ആ പൊടിക്ക് മൊത്തം പിന്നെ നമുക്ക് നോക്കാം. ഇനിയൊന്നും ഇല്ല, ഇത്ര സാധനമല്ലേ ഉള്ളൂ. ചുക്ക അല്ല, ഇത് പൊടികൾ എത്ര അല്ലേ ഉള്ളൂ. ഇതിനകത്ത് അരിപ്പൊടിയും കൂടെ വരാനുണ്ട്, തേങ്ങ വരാനുണ്ട്, ഏലക്ക പൊടിച്ചത് വരാനുണ്ട്. ഏതാ? ആ തോട് കളഞ്ഞേര്. കുറച്ചുണ്ടാത്തിരിപ്പുണ്ട്. നമുക്ക് തേങ്ങ തിട്ടാല്ലേ? തേങ്ങ ഉണ്ട്. ഇതൊക്കെ തണുക്കണം. ഇത്ര ഉപ്പ് മതിയോ? എനിക്ക് ഉപ്പ് ഇടുന്ന കാര്യത്തിൽ ഞാൻ ചേട്ടാ മതി. മനസ്സിലായി. അത് തേങ്ങ അരിപ്പൊടി. ആ എല്ലാം കൂടെ ഇളകാൻ പറ്റുമോ?
അതിനാ വലിയതെടുത്ത് മുട്ട ഇട്ടക്കട്ടെ. ആ വലിയതെടുത്തല്ലേ പിന്നെ അതിന് ചെറുത് തന്നെ വെച്ചു. ഞാനോ ഞാനോ ഒക്കെ എൻ്റെ കൈ കുഴപ്പമൊന്നുമില്ല. നല്ല കൊയണം കൊയണോ നല്ല കൊയണോന്ന് കൊയണോന്ന് പൊന്നോ നോർത്ത് നിന്നോട്ടെ. എന്നാ പറഞ്ഞേക്കുന്നേ പൊന്നിനോട് അമ്മ? കൊയ്ക്കുന്നേ കുഴയ്ക്കാതെ ഉണ്ടാക്കാൻ പറ്റുമോ കുട്ടിയേ? ഈ മണം നോക്കണം ചക്ക. പിന്നെ വേണം ഡ്രൈ അതുമില്ലേ നോക്കട്ടെ ഇളക്കട്ടെ. ഇച്ചിരി ഡ്രൈ ആയിട്ടായിരിക്കും, ഒത്തിരി കുഴഞ്ഞു പോകില്ല. ഒത്തിരി ഡ്രൈ ആയാ തോന്നുന്നല്ലേ? ഞാൻ തോന്നുന്നു കേട്ടോ. സാരം കിട്ടാം പേര് നീ പറഞ്ഞല്ലേ. ഓക്കെ അമ്മയ്ക്ക് ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടൊന്ന് കുഴപ്പിക്കുമോ എന്ന്. ആപ്പട്ടെ ഇനി വല്ല ഇതിനകത്ത് ചേർക്കാനുണ്ടോ? ഒന്നുമില്ലെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ഓർത്തെല്ലാം ചേർത്തു നോക്കി നോക്കുമ്പോൾ അറിയാം. ക്ഷമോട് ചോദിക്കണോ ഇനി? ക്ഷമയോട് ചുമ്മാ ചോദിച്ചു, നമ്മളെല്ലാം ചേർത്ത് ചോദിച്ചല്ലേ. ആ ഹലോ ആ അറിയാം. ആ ഹാ ഈ വർഷം ഉണ്ട്, പക്ഷെ ഇത് കിട്ടണ്ടേ നമ്മളൊരിതുണ്ടല്ലോ. അത് വേണം, അതാണ്. പക്ഷേ എനിക്ക് അല്ല ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച ഇവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട്, മെഡിക്കൽ ക്യാമ്പ്. അപ്പോൾ അതിന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പം അത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുമായിരിക്കും തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ജൂണിൽ തന്നെ ആണെങ്കിൽ അങ്ങ് എടുക്കാൻ താല്പര്യപ്പെടുന്നു. കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഈ വർഷം തന്നെയാണ് താല്പര്യം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആണോ? അപ്പം നമ്പർ ഏതാന്ന് തന്നിട്ടുള്ള നമ്പറാണോ? ഓഫീസിൽ ഓഫീസിൽ നമ്പർ തന്നേക്കുന്നത്. ബാക്കി വന്ന ചക്ക നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നത് വെറുതെ ചൂടാക്കുമല്ലോ. അതിനകത്ത് ശർക്കരപ്പാനി ഒഴിച്ചു. പിന്നെ അതൊന്നും ഇട്ടില്ല, ഇടണം. ഏലക്കായും ചുക്കും ഒക്കെ ഇടണം. ഇത് റെഡിയായി വന്നിട്ട് വേണം ലാസ്റ്റ് ഇടുന്നത്. അതൊക്കെ ഇതൊന്നും ചേർത്തില്ല, ചേർക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെ എടുത്തോണ്ട് പായസം പോലെ, പായസത്തിനെക്കാട്ട് മറ്റേ ജാമൊക്കെ പോലെ. ജാമാണ്ട് ഇത്രയും രുചി വരത്തില്ല. ജാമ ഇത് അങ്ങനെ ആവുമല്ലോ, അഴുക്കായി പോകത്തില്ലല്ലോ. ബ്രെഡിൻ്റെ കൂടെ ഒക്കെ തന്നെ നല്ല അടിപൊളി. ഇത് ചുമ്മാ ഉണ്ടാക്കിയതാ. ആ മിച്ചം വന്ന സാധനം കളയണ്ടല്ലോ എന്നോർത്ത് അടുപ്പായിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് 2-3 ഭക്ഷണയില അതിനകത്തിട്ട് മുഴുവനോടെ അതങ്ങെടുത്ത് കളയും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ചുക്ക് ഇതൊക്കെ ചേർക്കാനും ഉണ്ട്, ഒന്നും ചേർക്കാതാ ഇത്. ഇത് പറയുന്നേ ചക്ക വരട്ടിയതോ അതായി എന്തോ ഒരു അതന്നെ കാക്കമായി വരുന്നു. ആണോ? അത് പക്ഷെ വരിക്കച്ചക്ക വെച്ച് വേറൊരു സെറ്റപ്പിലാണ്. ഇതൊക്കെ ഇച്ചിരി മെനക്കേടുണ്ട്. അതാ അടുപ്പുള്ളതുകൊണ്ട് ഇതെല്ലാം ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തീയും കത്തിച്ച് കഴിഞ്ഞാൽ പടപെടാനാണ്. ഇതൊക്കെ ഗ്യാസ് വെച്ച് ചെയ്യാനാണ് മണിക്കൂറുകൾ എടുക്കും, തീരും അതുമില്ല. ഉണ്ടോ? ഇത് 2-3 ഇല ഇട്ടിട്ടുണ്ട് ഞാൻ, ചുമ്മാ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് എടുത്ത് കളയണം അത് കഴിയുമ്പോൾ. ഇതൊക്കെ ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലോ, ഒരു നമുക്കോട്ട് തോന്നല. കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ, അപ്പോഴേക്കും അത് നമുക്ക് ഈ മറ്റേ ഈ വഴിക്കച്ചക്ക വരട്ടുന്ന പോലെ വരട്ടാൻ പറ്റുമോ? ആണോ? അത് അന്നേരം ഇതാവത്തില്ലേ? അത് ഞങ്ങളുടെ വരട്ടും ഒത്തിരി ഒന്നും വന്നില്ല, കുറച്ച്.
ഇതിനകത്ത് പൊടി ഇടാൻ പറ്റൂല. അപ്പൊ എന്നാ എന്നാ ആ അതെന്നാക്കിയായിരുന്നു അതിനകത്ത്? മറ്റേ ഞങ്ങൾ ഇട്ട ഞാൻ പറയാവേ, തേങ്ങ, പിന്നെ ജീരകം, എന്നാ ചോദിക്കാം, ഇങ്ങോട്ട് പറയൂല്ലോ. ഏലക്ക, ആ ഇത്ര ഇട്ടു. പിന്നെ വേറൊന്നുമില്ലല്ലോ. ആ അത് ഇട്ടു. ഇല്ല, ഡ്രൈ ആയിട്ടോ? ഡ്രൈ ആയി പോവല്ലോ. ജ്യൂസായി പോരുന്നല്ലേ? ഒത്തിരി ഡ്രൈ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും കടിക്കാൻ. അങ്ങനെ അല്ലേ, ലൂസായി കഴിയുമ്പോഴാ ഇതായി കഴിയുമ്പോ ആക്കരുത്. അത് തന്നെ വെള്ളം പോലെ ആക്കരുതെന്നാ പറഞ്ഞോ. വന്നോ വെള്ളം. എന്നാ ശരി, അതെന്നേരം എന്നാ ശരി. ഇതുവരെ ചെയ്തിട്ടില്ലാത്തോണ്ട് അമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലോ, അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കണം. സാധാരണ വരിക്കച്ചക്കല്ലേ എല്ലാവരും ചെയ്യുന്നത്, നമ്മൾ കൂഴച്ചക്കയ്ക്ക് ചെയ്തു നോക്കും. കൂഴച്ചക്ക പറ്റേ വരിക്കക്കാട്ടി ടേസ്റ്റ് അല്ലേ കൂഴ. പിന്നെ ഇതിങ്ങനെ കട്ടായിട്ട് വരത്തില്ലെന്നാ വളായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെറിയ എന്നാണ് ഈ കൊച്ചു പിള്ളേരോട് ഒരു സ്നേഹം കാണിക്കാത്ത? പരീക്ഷിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ള സാധനമാണ്. കൂഴച്ചക്ക, വരിക്കച്ചക്ക ഈ സാധനം ഉണ്ടാക്കും, നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ കൂഴച്ചക്ക വെച്ച് ആദ്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വരിക്കക്കാട്ടി സാധനം സെറ്റാകാൻ സാധ്യത കൂഴയാണ്. എന്നൊക്കെയായിരുന്നു ഏലക്കായും ഇതിപ്പോൾ ഇട്ടത് ചുക്ക്, അതിന് മുമ്പ് അല്ല ഇപ്പോൾ ഇട്ടത് ഏലക്ക, അതിന് മുന്നിട്ടത് ചുക്ക്, ഇപ്പോൾ ശകലം ജീരകം. ഓക്കെ. ഇപ്പോൾ എല്ലാ സാധനം ഇത് ഞാൻ ഉദ്ദേശിച്ചക്കാട്ടി കൂടുതൽ ടേസ്റ്റായി. ടേസ്റ്റ് അല്ല, ഇങ്ങനെ ഈ വരണ്ട് വരണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഹൽവ പോലായി. അമ്മ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഹൽവ പോലെ ആവുമോന്ന്, അല്ല വെള്ളം പോലെ ആവുമെന്നാ ഉദ്ദേശിച്ച് പറഞ്ഞ അമ്മ. ഇത് നമ്മൾ നെയ്യില പറ്റി കേട്ടോ ആദ്യം തുടക്കത്തിൽ. ഈ നെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഇതിലാണ് കഴിഞ്ഞ ദിവസം എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നെയ്യ് കിട്ടാഞ്ഞത്. ഞാൻ കിട്ടായിരുന്നു, ഞാൻ പറയാനല്ലേ. ഇതിനായിരുന്നു പായസത്തിന്. ആണോ? പൊങ്കാലയ്ക്ക് അത് നെയ്യിട്ടാ പറ്റിയേ. മോനെ അതിട്ട് തൂക്കണ്ട. ഞാൻ പറഞ്ഞില്ല എന്നാന്നറിയാം, നെയ്യിപ്പുണ്ടെന്ന് അറിയണ്ടല്ലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. എവിടൊക്കെ പാത്ത് വെക്കുന്നത്. ഇതുപോലെ ഒരു ആവശ്യം വരുമ്പോൾ ഈ നെയ്യില്ല പറ്റിയിരുന്നേ. അപ്പോഴത്തേന് ഈ സാധനം കയ്യിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് ചുമ്മാ എടുത്ത് ഉപയോഗിക്കാനുള്ള സാധനമല്ല. അടച്ചു കൂട്ടിയ ഇതുണ്ടായിരുന്നെങ്കിലോ. ഇതിപ്പോ ഓപ്പൺ ഏരിയ ആയിട്ട് തന്നെ ഇത്രയും പാത്ത് വെക്കണമെങ്കിൽ ചേട്ടന് എന്തിനാ നമ്മളിപ്പം അത് വേണമല്ലോ. ആ ഇല ഒത്തിരി കളയണ്ട, എനിക്ക് കഴിക്കാലോ. എന്തോ വീഡിയോ എടുക്കണ്ടേ? എന്താ തുടക്കോ? ഇതിട്ട് തുടക്കരുത്. ഇത് നമ്മുടെ കാണാമെന്ന് അറിയില്ല. ഒരു പണി ചെയ്തിട്ട് ഉമ്മയോ? ഇലയുണ്ടോ? ഈ ഇല ഉണ്ടല്ലോ, ഈ ഇലയ്ക്ക് വേണ്ടി ഇവിടെ പിടിച്ചുപറി നടക്കും. പിടിച്ചുപറി ആദ്യം പിടിച്ചുപറിക്കുന്ന ചേട്ടായിരിക്കും. പിടിച്ച് വലിയ ഇനിയും കൊച്ചിന് കുറച്ചൊക്കെ ഒരു മര്യാദയുണ്ട്. 4 ഇലയുണ്ട്. സുംബൂട്ടാ ആരാണീ 11:15 വരുമായിരിക്കും. വേണ്ടേ അക്കാൻ തുടങ്ങി. മുന്നെടുത്തോടി, ചൂടുണ്ട് കേട്ടോ. എങ്ങനുണ്ട്? ഇത് വേണ്ടേ? എന്നാ അവിടെ വെച്ചാലടി, അത് നാരായണി കൊടുക്കാം. ഇതിങ്ങനെയൊക്കെ വേറെ കുമ്പളപ്പം കടിച്ചു തിന്നണം നമുക്ക്. ഇത് വേണ്ടേ? ഇതും വേണം അതും വേണം. മേടിച്ചൊന്നും അല്ല, ഇപ്പൊ ഉണ്ടാക്കി നമ്മള്. അത് മറ്റേ കുമ്പളപ്പം ഉണ്ടാക്കാം. കുറച്ചൊന്നും പോരാ, ഒരു അരക്കല ഉണ്ടോ? അടച്ചു വെക്കുന്ന സ്മെല്ല് കളയാതെ.
ചില തിന്നണ്ട. അയ്യോ റെക്കോർഡിംഗ് അല്ലായിരുന്നു. കൂഴച്ചക്കയാണോ വരിക്കച്ചക്കയാണോ ടേസ്റ്റ്? വരിക്കച്ചക്കയുടെ അതേ ടേസ്റ്റാ, പക്ഷെ വരിക്കച്ചക്കയെക്കാളും ടേസ്റ്റ് കൂടുതലുണ്ട് ഇതിന്. പറയത്തില്ല ഇതിങ്ങനെ കൊടുത്താൽ എന്തുവാന്നുള്ളത്, പക്ഷെ നല്ല ടേസ്റ്റാ. അപ്പേ ഇത് എല്ലാം അമ്മ ചോറ് താമേ. ഓക്കെ, അപ്പൊ ചോറില്ലോ? ചോറൊക്കെ തരടി, ഇതെന്നാ ആവശ്യമുണ്ട്. അടിപൊളിയാ. തേങ്ങയുടെ തെങ്ങ്. കാണുമ്പോൾ ഓർക്കല്ല എന്ത് പോയി കാണിക്കുന്ന ടേസ്റ്റ് കാരണം എങ്ങനെ വേണേലും കഴിയും. ഇത് നാളെ വെച്ചിട്ടില്ല. പിന്നെ പാലുണ്ടോ? ഇന്ന് വേണം ചക്കപ്പായസം വെച്ചേക്കാം. ചോറ് ചായ വേണ്ടെങ്കിൽ. हमारा राष्ट्रभाषा हिंदी എങ്ങനെയുണ്ട്? നഹി മാലു ഹിന്ദി എപ്പടി? അതിനാ ഒരു അങ്ങനെ ഒരു ഇത്. അമ്മ അപ്പക്ക് കൊടുക്കാം. അയ്യോ സോറിടാ. അമ്മ അപ്പക്ക് അമ്മ അപ്പ അത് അപ്പക്ക് കൊടുക്കമ്മേ. എന്റെ പൊന്നു പറ്റി അമ്മ അപ്പക്ക് കൊടുക്കമ്മേ. ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. കാണുന്നൊന്നുമില്ല ഇതിനകം. ഇത് നീ ഉണ്ടാക്കിയായിരിക്കും അല്ലേ? അങ്ങനെ ഞാൻ മണക്കാറില്ല. എന്തോ ചെയ്യാൻ, അമ്മയൊക്കെ പണ്ടിത് ചെയ്യുമ്പോൾ ശരിയാവുമായിരുന്നല്ലോ. അയ്യോ, അത് മടക്കേണ്ട പോലെ മടക്കി വെക്കണം. ഇത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് മുട്ടിച്ച് മുട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുറക്കില്ല. ഇത് ചെറിയ ഇലയുണ്ട, വലിയ ഇലയാണെങ്കിൽ അങ്ങോട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക, അനങ്ങത്തില്ല. പിന്നെ ഞാൻ കൊണ്ടുപോട്ടെ. ഇവിടെ എന്തോന്ന് പറഞ്ഞ അവളെ കൊണ്ട് നോപ്പിച്ചേ. ഇവിടെ ഞാൻ വെച്ചിട്ട് ശരിയാകുന്നില്ല. അടുപ്പിൽ തന്നെ വെള്ളം ഒഴിക്കുന്ന അതിൻ്റെ കൂടെ ചൂടുവെള്ളം ചൂടുവെള്ളം തരാം. കുറേ കൂടെ വെള്ളം ഒഴിക്കാം. വെള്ളം താഴ്ന്നു. വെള്ളം വേണം, ആവി കയറണ്ടേ. അത് മൊത്തം വെള്ളം ഒഴിച്ചേക്കാൻ മേലായിരുന്നു. മൊത്തം വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ മേളിൽ കയറി. ഓ, അതിന് മാത്രം വെള്ളമുണ്ടോ ഇത്? ആ നോക്കട്ടെ. ഇതാണ് വെള്ളം കിടക്കുന്നത്. ആ അത് മതി അത് മതി അത് മതി മതി. ഓക്കെ, ഇടുക്കിലൊന്നും മുത്തേണ്ട ആവശ്യമുള്ളതല്ല. ആവശ്യമുള്ള അമ്മയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ എനിക്കൊന്നും ഞെട്ട് അങ്ങനെ പറിച്ച് കളയല. ഞെട്ടന്നെ പറിച്ച് കളഞ്ഞില്ലല്ലോ. ഇത് ഞെട്ടല്ലേ? അല്ല, അത് അതോടുകൂടി ചെറിയ ഇലയായിട്ടാണ്. അതിനകത്തുനിന്ന് അതെല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. മറ്റേ വലിയ ഇലയാകുമ്പോൾ തന്നെ ഇതിനകത്തൊന്ന് അതിൻ്റെ ഞെട്ടല്ല ഉപയോഗിക്കാം. ഇതിന് ഞെട്ടിനാക്കാൻ ചെറിയ ഞെട്ടല്ലേ. ശരി ശരി, ഓക്കെ. അപ്പം നീളമുള്ള ഇലയാണ് ഇങ്ങനെ മട്ടങ്ങി അകത്തങ്ങ് കയറി പോകും. പിന്നെ അത് എന്നാ കാണിച്ചാലും വരികയില്ല. ഈ ഭക്ഷണയിലയുടെയും കറുവയുടെ ഇലയും തമ്മിൽ അതാ വ്യത്യാസം. ഈ ഇലയ്ക്ക് ഭയങ്കര നീളമാണ്. കറുവയുടെ ഇലയ്ക്ക് വെക്കുമോ? കറുവയുടെ ഇലയ്ക്ക് വെക്കുന്നതല്ല, ഈ കറുവയുടെ ഇല ഇതും കണ്ടാത്ത പോലും തിരിച്ചെടുത്തില്ല. വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും ഒന്നാണെന്നാണ് എൻ്റെ ഒരു വിചാരം. എന്നാ കറുവ തന്നെയാണത്. ആ കറുവല്ലേ ഇത്? രണ്ടും നമ്മുടെ ഓർമ്മയൊക്കെയുണ്ട്, എന്നിട്ട് അറിയത്തില്ല. അതെ, അങ്ങനെയായിരുന്നു വിചാരം. പിന്നെ അത് എപ്പോഴും മാറിയായിരുന്നു. പക്ഷേ ഇവിടെ നിൽപ്പുണ്ടല്ലോ, അത് കണ്ടിട്ടില്ല. രണ്ടും തമ്മിൽ അതിൻ്റെ ഇല എടുത്ത് കടിച്ചു നോക്കി അറിയാം. ആ എനിക്കെല്ലാം ഒരുപോലെ തോന്നി. ഇതിൻ്റെ ഇല എടുത്തേച്ചേ
ചെറുതായിട്ട് വായി വെച്ച് കടിച്ചു നോക്കണം. ഇതാകുമ്പോൾ ഒരുമാതിരി കറ പോലൊരു സാധനം വായി പറ്റും. മറ്റേന് മധുരമാണ്. ഞെടുപ്പ് കടിച്ചാൽ മതി. ഈ ഞെടുപ്പില്ലേ ഇത് കടിച്ചാൽ അറിയാം. ചെറിയല്ലേ, ഒന്ന് ചെറിയല്ല. കുമ്പള കുത്തുന്ന പരിപാടി നിർത്തി ഞങ്ങൾ. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ മടക്കി നിൽക്കും. ഇപ്പം ഇങ്ങനെയാണ് തള്ള വെളിയിലുള്ള പരിപാടി ഉള്ളു. വെളിയിൽ നിന്ന് റൂട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. ഇങ്ങനെ നോക്കുമ്പോൾ എന്നാന്നറിയോ, തുറന്നു പോകത്തില്ല. വെളി വെക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ ട്രിപ്പ് തീരെയല്ലോ. അപ്പം നിർത്തിയേക്കല്ലേ, ബാക്കി തീരെയല്ലേ. അല്ല മറ്റേതിനകത്ത് വെക്കാം ബാക്കി. അത് ഇതിൽ തന്നെ വെക്കുന്നതാണെന്ന് തോന്നുന്നു നല്ലതേ. പക്ഷെ കുറച്ച് നേരത്തെ വെക്കാം. ഇല്ലേ പിന്നെ ഇതെല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ സെറ്റാക്കണ്ടേയോ? മടുത്ത് പോവും. എനിക്ക് വയ്യ, മടുത്ത്. ഈ ചൂടത്ത് ഇവിടെ നിൽക്കാൻ വയ്യ. ഓക്കെ, ആവി കയറുമല്ലോ അല്ലേ? ചോദിച്ചതന്നേ ഉള്ളൂ. ചോദിക്കാലോ. ചേട്ടാടെ പേരെന്നാ? അരുണല്ലേ? പിന്നെ അയ്യപ്പോ ചൂട് 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 എന്നല്ല ഞാൻ കാണിക്കുന്നത്. ഇത്രയും സാധനം കിട്ടി. ചക്ക വരട്ടി കലത്തിനകത്തുള്ളതും വെച്ചു. ബാക്കി മിച്ചം ഉണ്ടായിരുന്നു ഇവിടെയും വെച്ചു. ശർക്കര വരട്ടിയത് മൊത്തം മറ്റേ ചക്ക വരട്ടിയത് മൊത്തം എടുത്ത് മാറ്റി വെച്ചു. നാരായണി വിശക്കെന്നൊന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്താ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. എന്തോ സാധനത്തെ ലക്ഷ്യം വെച്ചാലേ ചോറൊക്കെ കൊണ്ട് ഇപ്പം ചോറിട്ട് അരമണിക്കൂറായില്ല. ഞാനീ എന്നാ ഇത് കുമ്പളപ്പം ഉണ്ട്. വാ, ഇച്ചിരി ചൂടാന്നേ ഉള്ളൂ. വാ ഇവിടെ വന്നിരുന്നു. വാ, ഇതൊരു അരമണിക്കൂർ കഴിയുമ്പോൾ വേഗം അവരെ ഇവിടെ ഇരുന്നോ. അവൻ എടുത്തോ. 6:30 ഉടുപ്പ്. 6:30 ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ടേ. ഷാമ്പൂടിയാണിത്. കൊള്ളാന്ന് പറഞ്ഞോ? പിന്നെ വലിയ അത്യാവശ്യം നിന്റെ ഫോട്ടോ പോയാൽ ചെയ്യുന്ന ഒരു ഉടുപ്പ്. ചൂടോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വിശക്കുന്നുള്ളവർക്ക് അത്യാവശ്യം കഴിക്കാം. ടേസ്റ്റുണ്ടോ? മധുരം കുറവാണോ? ഒത്തിരി ഉള്ളതുകൊണ്ട് മധുരം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ തിന്നുക. അതുകൊണ്ട് കുറച്ചിട്ട് കേട്ടോ. മരുന്ന പാടി ഇതിൽ കളി മധുരം കൂടെ വേണമായിരുന്നു. ശർക്കര ഉണ്ടായിരുന്നു. ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നോണ്ട് കുറച്ചതാ. എന്നോട് എത്ര പ്രാവശ്യം പറയും സാജൻ അങ്കിളെൻ്റെയാണ്.
അമ്മ ഒരു കാര്യം പറയട്ടെ. ചക്ക തരുമോ? അപ്പൊ ചക്ക വിട്ടേ. അപ്പൊ ഓ ഒന്നിനും സമയമില്ല ഇപ്പം. അത് വെട്ടമ്മേ. കാറ്റോളം പോരുക അപ്പൊ ഇത് വെട്ടപ്പേ. അമ്മ ഇപ്പൊ വെട്ടുവോ? നീ വെട്ട. ഞാൻ ശരിക്കും നോക്കിയില്ല. കട്ടിട്ടുണ്ട്. വാക്കത്തി വേണം, നൂൽക്കത്തി വേണം. വാക്കത്തി ശരി. ഏതൊക്കെ എന്നാ വെട്ടാനാ? എന്നാ നിനക്ക് വെട്ടണ്ടേ? ചക്കയൊന്നും ഇപ്പം വെട്ടുന്നില്ല. ചക്ക പഴുക്കട്ടെ. സൂപ്പറാട്ടോ. പക്ഷെ തണുപ്പില്ല. ഫ്രിഡ്ജിലുണ്ടായിരുന്നെങ്കിൽ ഐസ് കട്ടനകത്തിലായിരുന്നു. കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചാലോ? കുപ്പിക്കകത്ത് ഒഴിച്ച്. എന്നാലും കുഴപ്പമില്ല. ചേട്ടാ അങ്ങ് വിളിച്ചേ. ഞാൻ ഭയങ്കര അതെ. കൊള്ളാപ്പേ. ചേച്ചിയുടെ അസാധ്യ ഇതാ എൻ്റെ ഇത്. ഞാൻ പോവാ. അത് അവിടെ നോട്ടെ. അത് ഉണ്ടാക്കിയേ. ഇന്നും മഴക്കാറുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും കാണിക്കുന്നില്ല. ഇത് സ്ഥിരമാണ്. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി മഴക്കാറൊക്കെ ഉണ്ട് ആവശ്യത്തിന്. സിംബായേ, സിംബോ, നീ ഭയങ്കര അനം പോട്ടോ. ശാമ്പവിയെ പോലെ കേട്ടല്ലോ. അവനെ കൂടുതലിടാൻ പറ്റത്തില്ല. അവനിങ്ങനെ അങ്ങോട്ടോ കഴിഞ്ഞ് നടക്കണം. കുളത്തിൽ പോയി വീണേക്കുന്നു. മറ്റേ കുളത്തില് കോഴിയല്ലേ. ഇവനിപ്പോ 2ാം തവണയാ കുളത്തിൽ പോയി. അവളെ കയറിയതേ കണ്ടോ. നല്ല അനുസരണയാ. ഇത് പോയി. അയ്യോ നിന്റെ കുറവേ. എനിക്ക് നേരമില്ല. മഴ തൂളുന്നുണ്ട്. എന്തരാവോ എന്തോ. സിംബ, ഷിംബോ, സിംബ, സുന്ദരി. അവനൊത്തിരി എടുത്ത പട്ടി എടുത്ത പട്ടി മുരടിച്ചു. ഇപ്പൊ എടുക്കാം. കുറെ കഴിഞ്ഞിട്ടുള്ളതില്ല. ആരെ പിന്നെ ആര് പാവമാണെന്ന്? ശാമ്പവിയോ? സിംബ. എനിക്ക് സിംബാന്റെ നിൽപ്പുണ്ടാ. അകത്തോട്ട് കയറല്ലേ. പിന്നെ അതങ്ങ് ശീലമാവും. എന്താ പൊന്നേ കളി. മഴ തൂളുന്നുണ്ട് ഈശ്വര. പിന്നെ നിനക്ക് അവിടെ അനങ്ങാൻ കഴിയത്തില്ലല്ലേ. മഴ ഇങ്ങനെ ആർത്തളച്ചിങ്ങനെ വരികയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കുറച്ച് ദിവസം ഞങ്ങളെ പറ്റിക്കാൻ പോയത്. ചേട്ടാ ആർത്തളച്ചു
TV കണ്ടാലോ വേണ്ട വേണ്ട വേണ്ടേ. ഇന്ന് അത്യാവശ്യം നല്ല മഴയാണ് തുടക്കത്തിൽ. ഇങ്ങനെ നിന്നാൽ കൊള്ളാം. എന്നാലും ഇന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, പക്ഷേ തോന്നോ നല്ല മഴയാണ്. നല്ല മഴ അവിടെ കയറിപ്പോക്കോ, കയറിപ്പോ. നല്ല മഴ. ഒരു ഇടി വെട്ടിയിട്ട് എൻ്റെ അമ്മോ ഒരുപാട് വെട്ടിപ്പോയി. പിള്ളേർ തിരക്കകത്തുണ്ട്. പക്ഷെ വെള്ളം പിടിച്ച് വെച്ചില്ലേ. നല്ല ഇടിയും മഴയാ. മേളിൽ കയറ്റി വെക്കാം. ഇത്രയും ദിവസം മഴ പെയ്തിട്ട് ഇപ്പോഴാണ് ശരിക്കും നല്ലൊരു മഴ കിട്ടുന്നത്. എല്ലാം ചാറ്റ മഴയാണ്. ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടി. കുളത്തിലൊക്കെ അത്യാവശ്യം വെള്ളം വീഴുന്നുണ്ട്. താഴത്തെ അവർ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇത് കാറ്റ് കാരണം ഈ ഷീറ്റ് പൊങ്ങി പോകുന്നതുകൊണ്ട് വെള്ളം വീഴുന്ന മാറി മാറി പോയിട്ട് വെളിയിൽ പോകുമായിരുന്നു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കുത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതും കുത്തിയിട്ടുണ്ട്. ഇപ്പം നല്ലത് വെള്ളം നന്നായിട്ട് കയറി, 2-3 അടി കയറി. ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുകയാണ് രക്ഷപ്പെട്ട്. കോഴീനെയൊക്കെ ഒന്ന് ചൂട് തണുക്കാൻ വേണ്ടി ഇറക്കി വിട്ടാം. നല്ല ഇടിയുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് നല്ല വെള്ളം വീഴുന്നുണ്ട്, അവിടെ നിന്ന് നല്ല വെള്ളം വീഴുന്നുണ്ട്. അല്ല കൊള്ളിയാൻ പറ്റുന്ന വെട്ടം പോണ്ടോ ഇടയ്ക്കിടയ്ക്ക്. ഈ വർഷത്തെ ഏറ്റവും നല്ല മഴയത് വേനൽ മഴയിൽ. വെട്ടമൊന്നും വേണ്ടേ? അതിന് വെട്ടം വേണ്ടേ? ആർക്ക്? എന്താ?